നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിലെ സാഹചര്യത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പക്കലേക്ക് ഈ ഒരു കേസ് വരാനിരിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പക്കലേക്ക് ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. വിധി വരുന്നതുവരെ അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികൾ ഒന്നും വേണ്ട എന്ന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് SFIയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടക ബെഞ്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് SFIOയ്ക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ഇതിനോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിൽ KSIDC നൽകിയ ഹർജിയുമുണ്ട്. ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. KSIDCയോട് അന്വേഷണത്തോട് സഹകരിക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് CMRL പണം നൽകിയെന്ന ഇന്ത്യം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് CMRLനോട് വിശദീകരണം തേടി എന്ന് KSIDC ഹൈക്കോടതിയിൽ വിശദീകരിച്ചിരുന്നു. വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സമയം തേടിയതിനെ തുടർന്ന് ഹർജി 26-ന് പരിഗണിക്കാൻ മാറ്റി. അതായത് അതിനുശേഷം മാത്രമേ ഇനി കേരള ഹൈക്കോടതിയിൽ തീരുമാനം ഉണ്ടാകൂ എന്ന് സാരം. അതിനു മുൻപ് തന്നെ കർണാടകയിൽ വീണയുടെ ഹർജിയിൽ വിധി വരും. അതുകൊണ്ട് ഈ വിധിയാകും അന്വേഷണത്തിൽ തീരുമാനമായി മാറുക എന്നതാണ് വിലയിരുത്തൽ. കർണാടകയിലെ ഹർജിയിൽ എതിർ വിധിയാകാൻ അത് കേരള ഹൈക്കോടതിയെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമോ എന്ന് വീണ വിജയനുമായി അടുപ്പമുള്ളവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അതാണ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചത് എന്നും SFIOയ്ക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ K അരവിന്ദൻ കമ്മത്ത വാദിച്ചിരുന്നു. എന്തായാലും ദേവൻ രാമചന്ദ്രന്റെ പക്കൽ എത്തുന്നു. കൂടുതൽ കാര്യങ്ങൾ ആദ്യം എന്തായാലും കർണാടക ഹൈക്കോടതിയിലായിരിക്കും എത്തുക, അതിനുശേഷമായിരിക്കും കേരള ഹൈക്കോടതിയിൽ എത്തുക. എന്തായാലും എന്തിനും തയ്യാറായി പിണറായി കുടുംബം നിൽക്കുകയാണ്. ഇതിനു മുന്നേ തന്നെ പറഞ്ഞതാണ്, ഒരുപക്ഷെ വീണ വിജയന് ICU അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമോ ഒക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകാനുള്ള ദിവസങ്ങളാണ് ഇനി എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ക്ലിഫ് ഹൗസിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു അടിയന്തരമായി ഇടപെടാനുള്ള എമർജൻസി സ്ക്വാഡ് അടക്കം തയ്യാറാണെന്നാണ് പുറത്തുവരുന്ന പല വിവരങ്ങളും.